നമ്മോടൊപ്പം ഇപ്പോൾ വാഹനത്തിൻ്റെ ഉടമ നമ്മോടൊപ്പം ഉണ്ട്. നേരത്തെ മർദ്ദനമേറ്റത് ഇദ്ദേഹത്തിനാണ്. നേരത്തെ രണ്ട് സുഹൃത്തുക്കളെയാണ് നമ്മൾ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്നത്. അവർ ഈ മേഖലകളിൽ എക്സ്പേർട്ടാണ്. പല സ്ഥലങ്ങളിലുമൊക്കെ സന്ദർശിച്ച് ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത ആളുകളാണ്. നിങ്ങൾ ആ വിവരം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തിരുന്നോ? എന്താണ് അവരെ തടയുന്നതിനൊരു കാരണമായി പറഞ്ഞത്? ഇത് തടയുന്നതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല. തടയുന്നതിന് എന്താ കാരണം, ഞാൻ രാവിലെ മുതലേ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു എക്സ്പേർട്സ് വരുന്നുണ്ട്, നിങ്ങൾ അലോ ചെയ്യണം എന്നുള്ളത്. കളക്ടർ ഇവിടുത്തത് ഓക്കെ പറഞ്ഞതാണ്. അതിനും വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് രാവിലെ മുതൽ പല ആൾക്കാരെടുത്തും സംസാരിച്ചതിന് ശേഷമാണ് അങ്കോലയിൽ ട്രെയിൻ സ്റ്റോപ്പായി കിട്ടിയത്. ട്രെയിനിന് അങ്കോലയിൽ സ്റ്റോപ്പില്ല. ഓൾറെഡി ട്രെയിനിന് മഴ കാരണം ഡിലേ ആണ് ഉള്ളത്. അപ്പം നമുക്ക് ഈ ഡിലേകളൊക്കെ നമുക്ക് ബാധിക്കുന്ന വിഷയമാണ്. ട്രെയിൻ അങ്ങനെ അങ്കോലയിൽ പല ആൾക്കാരും ബന്ധപ്പെട്ട് 1 മിനിറ്റ് അങ്കോലയിൽ ഇവർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് മാത്രം സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ തന്നെ ഡയറക്റ്റ് പോയി, ഇവർ ഉദ്യോഗസ്ഥന്മാരും വന്നില്ല, നമ്മൾ തന്നെ ഡയറക്റ്റ് പോയി ഓരോ റെസ്ക്യൂ ടീമിനെയും കൂട്ടി ഇവിടെ എൻട്രൻസിൽ വന്നു. ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ നിങ്ങൾ കണ്ടല്ലോ രംഗങ്ങൾ, കയറ്റി വിടുന്നില്ല. ആ രംഗങ്ങളൊക്കെ നിങ്ങൾ ശരിക്കും ജനങ്ങളറിയണത് എന്താ സംഭവിക്കണമെന്നില്ല. അത് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് 4 എൻട്രൻസ് വെറുതെ ബ്ലോക്ക് ആക്കിയിട്ടിട്ട് വിടുന്നില്ല. ഇത് മാധ്യമപ്രവർത്തകരായിക്കോട്ടെ വണ്ടി ആയിക്കോട്ടെ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും മേലെ ഇല്ല. അവിടെ സുഖമായിട്ട് ഇഷ്ടംമാതിരി കാറ് പാർക്ക് ചെയ്യാനും ആളുകൾക്ക് നിൽക്കാനും ഒക്കെ സൗകര്യമുണ്ട്. ഇവരിതിനത് പുറത്തേക്ക് പോകരുത്. ഇതിൻ്റെ വ്യാപ്തി സത്യത്തിൽ ഭയങ്കര വലുതാണ്. ഈ മണ്ണ് മൊത്തം പോയിട്ട് ഈ മിണ്ടാപ്രാണി കുറേ പാവപ്പെട്ട ഈ നാട്ടിലുള്ള കുറേ ആളുകളുണ്ട്. ഇവർ ഈ കളക്ടർ കരുതി കൂട്ടിയിട്ട് എണ്ണം കുറച്ച് പറയാണ്. എണ്ണം കൂടുതലാണ്, മരണസംഖ്യയൊക്കെ കൂടുതലാണ്. അത്യാവശ്യം നമ്മൾ ഈ കേരളത്തിലെ മീഡിയാസ് സജീവമായതുകൊണ്ട് നമ്മളെ കാര്യത്തിൽ കുറച്ചെങ്കിലും പണി നടക്കുന്നുണ്ട്. അവരുടെ കാര്യത്തിലൊന്നും ഒരു പണിയും നടക്കുന്നില്ല. അവിടെ ഉണ്ടായതിന് ആ ചായപ്പീടി ഉണ്ടല്ലോ, റെസ്റ്റോറൻറ്റ്, ആ റെസ്റ്റോറൻറ്റിന് മേലേക്കാണ് ബഹുഭൂരിപക്ഷം മണ്ണും കിടക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ആണ് മനുഷ്യന്മാരുള്ളതെന്ന് ഈ സ്റ്റാർട്ടിങ് മുതലേ എല്ലാ ചാനലിലും പറയണതാണ്. അതിൻ്റെ റെസ്റ്റോറൻറ്റിലുള്ള മുതലാളിയും പിന്നെ വൈഫും കുട്ടികളും കടലിൽ നിന്നാണ് കിട്ടിയത് വരെ. പക്ഷേ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ ആ സമയത്ത് 10-15 പേര് ചായ കുടിക്കുന്നുണ്ടെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ആ ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടില്ല. ഇപ്പം എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ റെസ്റ്റോറൻറ്റിൻ്റെ മേലാണ് മണ്ണുള്ളത്. ബാക്കിയുള്ള മണ്ണും കൂടി എടുത്തിട്ട് അതിൻ്റെ മേലേക്കാണ് ഇടുന്നത്. ആ ഐറ്റിങ്ങൾക്ക് ശബ്ദിക്കാൻ ആരുമില്ല. പിന്നെ നമ്മളെ കാര്യത്തിലാണ് പിന്നെ എന്തെങ്കിലും ഒരു നീക്കുപോക്ക്, ഇത്ര പ്രഷർ ഉണ്ടായതുകൊണ്ട് ആ പണി നടക്കുന്നത്. ഇത് നമ്മൾ നടുവിൽ അവിടെ ലാസ്റ്റ് ഇതിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ SP-യും ബാക്കിയുള്ളവരും വന്നിട്ട് ഇനി എന്ത് നടപടി വേണം എന്നാണ് നിങ്ങൾ പറയുന്നത്? നടപടി ഇനി ടൈമൊക്കെ ഓവർ, ടൈം കഴിഞ്ഞു പോയി. മറ്റേതെങ്കിലും ഏജൻസികൾ ഇനി ഏജൻസികൾ പറഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോട് മുക്കം ഭാഗത്തുള്ള 10-40 ആളുകൾ റെസ്ക്യൂ മാത്രം ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു വരാമെന്ന് റെഡിയായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ റോഡ് മോശമാണ്. ഈ പുറപ്പെട്ടാൽ തന്നെ ഓരെത്തുമ്പോൾ പുറപ്പെട്ടാൽ ഇപ്പോൾ ഈ ഒരു 2-3 ആൾ വന്നിട്ട് തന്നെ അത്യാവശ്യം അടി വാങ്ങേണ്ടി വന്നു ഞാൻ. അപ്പോൾ ഇനി ഓര് വരുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ള അറിയില്ല. ഇവർക്ക് നമ്മളാളുകൾ വരുന്നതിലൊന്നും താല്പര്യമില്ല. പട്ടാളം ഇറങ്ങണം അങ്ങനെ എന്തെങ്കിലും? പട്ടാളം ഇറങ്ങാൻ നമ്മളെ ഫാമിലി, അർജുൻ്റെ ഫാമിലിയും നമ്മളും സ്റ്റാർട്ടിങ് മുതലേ പറയണതാണ്. കാരണം എന്താ പറഞ്ഞാൽ ഇത് വലിയൊരു ഡിസാസ്റ്ററാണ് നടന്നത്. മണ്ണ് അത്രയും പോയിട്ടുണ്ട്, ആളുകളൊന്നും കിട്ടിയിട്ടില്ല. ഇവരെ എണ്ണം പറയണതൊക്കെ തെറ്റാണ്. ആ ആളുകൾ അങ്ങനെ ആകുമ്പോൾ പട്ടാളം തന്നെ ആണല്ലോ ഇറങ്ങേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അതെ.